ഏതൊരു സാഹചര്യത്തിലും മനസ്സിലേക്ക് തിരതള്ളിയെത്തുന്ന ഒരു അരാജക സ്നേഹപ്രതിഭാസമാകുന്നു ചുള്ളി എന്ന് സാക്ഷാൽ അയ്യപ്പനും ബാലേന്ദ്രൻ ചുള്ളിക്കാടെന്ന് നമുക്കെയും വിളിക്കുന്ന അരാജക സ്നേഹപ്രതിഭാസമായ ശ്രീമാൻ ബാലേന്ദ്രൻ ചുള്ളിക്കാട്. മഹാകവി ആണോ എന്ന് ചോദിച്ചാൽ സമകാലികമായ സാഹചര്യത്തിൽ തീർത്തും മഹാകവി തന്നെ. തരുണർക്കൊപ്പം പ്രായപൂർത്തിയായവർക്കും അല്ലാത്തവർക്കും സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്ന ഏതൊരാൾക്കും ചൊല്ലി ആസ്വദിക്കാവുന്ന കവിതകളാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റേത്. അദ്ദേഹം ഞങ്ങളുടെ തരുണപൂർവ്വകാലത്തെ ഒരു അസാധ്യമായിട്ടുള്ള ഒരു പ്രചോദനവും പ്രകോപനവുമൊക്കെയായിരുന്നു. പ്രകോപനം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ ചൊല്ലി പലയിടങ്ങളും പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രകോപനങ്ങൾ കാരണം ഒട്ടേറെ താടനങ്ങളും മത്സരങ്ങളും ഒക്കെ ഏറ്റേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഞാൻ താരുണ്യ അനന്തരകാലം കഴിഞ്ഞ് യൗവനപൂർവ്വകാലത്ത് ഗുരുനിത്യതിയുടെ പാദാന്തികത്തിൽ അണയുമ്പോൾ അതിൻ്റെ ഒളപ്പമണ്ണ കുഞ്ഞിരാമൻ നായർ, ബാലാമണിയമ്മ, വൈലോപ്പള്ളി, ഇടശ്ശേരി, എൻ കക്കാട് തുടങ്ങി അക്കാലത്തെയും എക്കാലത്തെയും അധ്യാത്മരാമായണം, അതുപോലെ തന്നെ അവിടെ തന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടായി എൻ്റെ കട്ടിലിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് കേട്ടുകൊണ്ടിരുന്നത് പീഡിത ശൈശവത്തിൻ്റെ സ്ഫോടനം എന്ന അക്കാലത്ത് BBC നായരെ പോലുള്ള പ്രശസ്ത നിരൂപകർ നമ്മുടെ മലയാള നാട്ടിലും മറ്റും ശ്ലാഘിച്ച അക്കാലത്തെ മഹാകവിയായിരുന്ന, അക്കാലത്തെ മഹാകവികൾ എന്നെല്ലാം ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും അക്കാലത്തെ ഏറെ പ്രചാരം കിട്ടിയിട്ടുള്ള ചൊല്ലിയും അല്ലാതെയും ഒക്കെ ക്യാമ്പസുകളിലൊക്കെ ഒരു തരുണ സ്ഫോടനമായി മാറിയിരുന്ന ചുള്ളിക്കാടിൻ്റെ കവിതകളായിരുന്നു എൻ്റെ കട്ടിൽ കീഴെ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ഗുരുവിൻ്റെ ലൈബ്രറിയിൽ ധാരാളമായിട്ടുണ്ടായിട്ടുള്ള കാവ്യഗ്രന്ഥങ്ങൾ ഒട്ടേറെ ആയിട്ടുള്ള വിദേശവും പൗരസ്യവും പാശ്ചാത്യമായിട്ടുള്ള ഒട്ടേറെ കാവ്യഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഞാനെല്ലാം ചൊല്ലിക്കേട്ടതും അത് AJ കിവിങ്ങിൻ്റെയും ഒക്കെ കവിതകൾ അന്നത്തെ കാസറ്റുകളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഓഡിയോ കാസറ്റുകളാണ്. കാസറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞാനേറെ ചൊല്ലിക്കേട്ടതും ഉറങ്ങാനായി കേട്ടിട്ടുള്ളതുമെല്ലാം ഈ പീഡിത ശൈശവത്തിൻ്റെ സ്ഫോടനത്തിലുള്ള എന്ന് അക്കാലത്തെ പ്രഘോഷിതമായിട്ടുള്ള ചുള്ളിക്കാട്ട് കവിതകളായിരുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട് ഗുരുവിനെ ഇങ്ങനെ അക്കാലത്തെ അന്തേവാസികളായിട്ടുള്ള ആളുകളെയൊക്കെ ഒബ്സർവ് ചെയ്യുക എന്നുള്ള ഒരു അദ്ദേഹം സൈക്കോളജിസ്റ്റുകളായിട്ട് ഉള്ള ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട് അവസ്ഥയൊക്കെ വരുന്നപ്പോൾ അദ്ദേഹം തമാശയായി വരുന്നത് നമ്മുടെ ഹരികെ വായിക്കുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം ചൊറി പിടിച്ചവന്മാരുടെ കവിതകളാണ്. അപ്പോൾ ചൊറി പിടിച്ചവന്മാരെന്ന് ഉദ്ദേശിച്ചത് സാക്ഷാൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ്. പക്ഷേ ഇന്ന് അക്കാലത്ത് എനിക്ക് ചെറിയായിട്ടുള്ള ഒരു ഈർഷ്യ, ഒരു ചെറുതരം ഒരു ചൊറിച്ചിൽ ഉള്ളിൽ ഒരു ഭൂതനോട് തോന്നിയെങ്കിലും പിൽക്കാലത്ത് ആലോചിക്കുമ്പോൾ ഒട്ടേറെ ചൊറി പിടിച്ച കവിതകൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റേതായിട്ടുണ്ട്. എന്നാൽ തന്നെയും ഈ കാവ്യാസ്വാദനം എന്ന് പറയുന്നത് ഒരു ദ്വന്ദ്വാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയ ആയതിനാൽ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ വ്യക്തിയെയും ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ വ്യക്തിയെ വെറുക്കുകയും ചുള്ളിക്കാടിനെ വെറുക്കുകയും ചെയ്യുന്ന ഒരു പ്രഹേളിക ആ കവിതകളിലെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. ആ കവിതകളെ ഞാൻ ആസ്വദിക്കുമ്പോൾ അന്തർഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ മോശപ്പെട്ടതാകണമെന്നില്ല. ഈ കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഒത്തപ്പൂവിൻ്റെ പൂക്കളൊക്കെ സൗന്ദര്യാത്മകമായ പൂക്കൾ, നല്ല സുന്ദരമായിട്ടുള്ള പൂക്കളൊക്കെ ഞാൻ തന്നെ പറിച്ചു കൊടുത്ത് വളരെ രസകരമായിട്ട് അത്തപ്പൂ ഇടുമ്പോൾ എൻ്റെ ഉള്ളിലോട്ട് വന്ന് അലയടിച്ച കവിത എന്ന് പറയുന്നത് ലോറിക്കടിപ്പെട്ടറിഞ്ഞ കുഞ്ഞുങ്ങൾ വന്നൂതിക്കെടുക്കുന്നു പാദവിളക്കുകളും മന്ത്രങ്ങളും പരേതാത്മാക്കളും നിറച്ചന്തകാരത്തിൻ്റെ തീവണ്ടി എത്തുന്നു. ജോസഫ് നിനക്കറിയില്ല എൻ്റെ ജാതകം, ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ഓർത്തനാദം പോലെ പായുന്ന ജീവിതം.
തൽക്കാലം ചുള്ളിക്കാട്ടുന്ന എൻ്റെ ജീവിതത്തിൽ തോന്നിയ കാവ്യാനുശീലന ധ്യാനഖണ്ഡങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഏവർക്കും ശുഭദിനം. അസ്സലാമു അലൈക്കും.